നമസ്കാരം. തന്ത്ര ആൻഡ് ഇൻസൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തന്ത്രശാസ്ത്രം ഏത് ഗണത്തിൽ പെടുന്നു എന്നുള്ളതാണ്. ലൗകിക തലത്തിൽ പെടുന്നു, അതോ പുരാണ തലത്തിൽ പെടുന്നു, അതോ സ്മൃതിയുടെ തലത്തിൽ പെടുന്നു, അതോ ശ്രുതിയുടെ തലത്തിൽ പെടുന്നു എന്നുള്ളതാണ്. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം അല്ലെ വൈദികം എന്ന് മാത്രമാണ് പൊതുവെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. വൈദികമെന്നും താന്ത്രികമെന്നും രണ്ടായിട്ട് ശ്രുതിയെ തിരിക്കാം എന്നൊരഭിപ്രായവും ഉണ്ട്. തന്ത്രം വേദവുമായിട്ട് ഒരു ബന്ധമില്ലാന്നും ഒരുപാട് തരം താഴ്ന്ന ശാസ്ത്രമാണെന്നും ഒക്കെ ചിലവർ പറയാറുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് തന്ത്രത്തെ കുറ്റപ്പെടുത്തി കണ്ടിട്ടുള്ളത് എൻ്റെ വായന തുടങ്ങിയ കാലഘട്ടത്തിൽ ആചാര്യ നരേന്ദ്രഭൂഷൻ്റെ ഏതോ ഗ്രന്ഥങ്ങൾ പരതി വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉപനിഷത്തുകളും അതുപോലെ തന്നെ പല വിഷയങ്ങളും ഞാനിങ്ങനെ നോക്കും. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിരുന്നൊരു കാലമാണ്. പല ഗ്രന്ഥങ്ങളും നോക്കുന്ന കൂട്ടത്തിൽ ആചാര്യ നരേന്ദ്രഭൂഷൻ്റെ ഏതോ ഗ്രന്ഥം നോക്കിയപ്പോൾ ഏത് ബുക്കാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതൊരു ഭാഗത്തോ എവിടെയോ അദ്ദേഹം തന്ത്രശാസ്ത്രത്തെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല പറയുന്നത്. വേദത്തോളം വരില്ല ഒന്നും, തന്ത്രമൊക്കെ വെറും ഒരു ലൗകിക തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണെന്നൊക്കെ പറഞ്ഞത് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തപ്പം ഈ അഭിപ്രായം അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആചാര്യ പരമ്പരയിൽപ്പെട്ട അല്ലെങ്കിൽ ആചാര്യനായിരുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വാസ്തവത്തിൽ ഈ ഒരു അഭിപ്രായം നേരത്തെ പറഞ്ഞിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദികത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട സമയത്ത് അദ്ദേഹം എല്ലാവരിലേക്കും വേദത്തെ എത്തിച്ചിരുന്ന സമയത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൽ ഒരുപാട് മോശ അനുഭവങ്ങളാണ് ഈ ഫ്രോഡ്ലൻഡ് ഗുരൂസ്, തന്ത്ര എന്ന് പറയുമ്പോൾ ഈ ഒരുപാട് ഫ്രോഡുകളെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹം ഈ ശാസ്ത്രത്തെ ചിലപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ആ ദേശത്തിൻ്റെ അവസ്ഥ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വളരെ ഇതായിട്ടാണ് പറഞ്ഞത്. പക്ഷേ അത് തന്നെ നരേന്ദ്രഭൂഷൺ എടുക്കുകയും അങ്ങനെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷനായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും കൺഫ്യൂഷനായപ്പോൾ നമ്മളൊരു ശാസ്ത്രത്തെ ഫോക്കസ് ചെയ്ത് അതിൽ ഉപാസനയൊക്കെ ചെയ്ത് സമാധാനമായിട്ട് വരെ പോകുമ്പം ഓരോ കാര്യങ്ങൾ വായിക്കുന്നതിനിടയിൽ ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. കാരണം ഇതൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയമാണോ എന്നറിയത്തില്ല. തന്ത്രശ്രുതി ആയാലും പുരാണമായാലും സ്മൃതി ആയാലും എന്തും ആയാലും സാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ഉപാസ്യദേവതയും അവരുടെ പദ്ധതിയും ഈശ്വരനും തന്നെയാണ് വലുത്. അപ്പം നമുക്കെന്നാലും അനുഭവം ഉണ്ടാവുന്നതിന് വരെ നമുക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം വേദം കുറച്ച് ഉയർന്നതും ഞങ്ങളൊക്കെ കുറച്ച് താഴ്ന്നതാണെന്നുള്ള ഒരു ചിന്ത വേണ്ട. അതൊക്കെ മനുഷ്യ സഹജമാണ്. പലപ്പോഴും അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് രാഷ്ട്രീയക്കാരും അതാത് കാലത്തെ സാമൂഹിക വ്യവസ്ഥിതികളുമാണ്. ഇപ്പം ഋഗ്വേദം കുറച്ച് ഉയർന്നതും യജുർവേദം കുറച്ച് കുറഞ്ഞതും അതേപോലെ സാമവേദം അതിന് താഴെയും ഒട്ടും അടുപ്പിക്കാൻ പറ്റാത്തതാണ് അഥർവവേദം എന്നും പറയുന്നത്. വേദത്തിനകത്ത് വരെ വ്യവസ്ഥയുണ്ട്. തന്ത്രശാസ്ത്രം ശ്രുതിയാണോ എന്നുള്ളത് നോക്കാം. ഇതിനെ തന്ത്രത്തെ ശ്രുതിയായിട്ട് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത്. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിധമുണ്ടെന്നും അത് വൈദികമെന്നും താന്ത്രികമെന്നും ആണ് പറയുന്നത്. ഇതിന് ആചാര്യന്മാരായിട്ട് പ്രമാണം കണ്ടെത്തുന്നത് എന്ന് പറയുന്നത് ധർമ്മസൂത്രങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ള ധർമ്മസൂത്രമായിട്ടുള്ള ഹാരത ധർമ്മസൂത്രത്തെ കുല്ലുകഭട്ടൻ മനുസ്മൃതിക്ക് വ്യാഖ്യാനം എഴുതുന്ന സമയത്ത് ശ്രുതി എന്ന് പറയുന്ന ഭാഗത്തിൽ, ശ്രുതി എന്ന് പറയുന്ന വേടിലെ മനുസ്മൃതിയിൽ കുല്ലുകഭട്ടൻ്റെ വ്യാഖ്യാനത്തിൽ കുല്ലുകഭട്ടൻ അത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് ശ്രുതി പ്രമാണോ ധർമ്മ, ശ്രുതി പ്രമാണമാണ് ധർമ്മമെന്നും ശ്രുതിശ്ചു ദ്വിവിധ വൈദികി താന്ത്രികി, വൈദികമെന്നും താന്ത്രികമെന്നും ശ്രുതി രണ്ട് വിധമുണ്ടെന്നും ഈ കുല്ലുകഭട്ടൻ്റെ ഈ വ്യാഖ്യാനത്തിൽ കാണാം. എന്നാൽ ഈ ഹാരിത സംഹിതയുടെ ക്രിട്ടിക്കൽ എഡിഷൻസ് ഇന്ന് അവൈലബിൾ അല്ല. ഒരുപക്ഷെ പണ്ട് ഇവിടുത്തെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പോയതിൽ ഒന്നായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻസ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ധർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഗ്രഗണ്യരായിട്ടുള്ള പല ആചാര്യന്മാരും ഈ ഹാരത സംഹിതയിൽ പറയുന്ന ഈ ഒരു വേഴ്സിനെ അങ്ങനെ എടുക്കുന്നത് കണ്ടിട്ടുമില്ല. എന്നാൽ ഒരുപാട് ആചാര്യന്മാർ എടുക്കുന്നതും കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മോണിയർ വില്യംസിൻ്റെ ഒരു പുസ്തകം 1882 കാലഘട്ടത്തിലെങ്ങാണ്ട് അത് ഇറങ്ങിയിട്ടുള്ളത്. പാശ്ചാത്യ പണ്ഡിതനായിട്ടുള്ള മോണിയർ വില്യംസിൻ്റെ സാൻസ്ക്രിറ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറി വളരെ പ്രശസ്തമാണ്. പണ്ഡിതന്മാരെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പം 1883 മോണിയർ വില്യംസിൻ്റെ റിലീജിയസ് തോട്ട് ആൻഡ് ലൈഫ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൂടെയാണ് വാസ്തവത്തിൽ ഈ ഒരു ഏരിയയിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ പോയത്. അതിനുശേഷം തന്ത്രശാസ്ത്രത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത, പ്രത്യേകിച്ച് വംഗതന്ത്രം എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. വംഗതന്ത്രത്തെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്ത സർ ജോൺ വുഡ്രൂഫിൻ്റെ എർത്ത് ലവലോണിൻ്റെ ശക്ത ആൻഡ് ശക്തി, അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് തന്ത്ര,
അതുപോലെ തന്നെ വേൾഡ് ആസ് പവർ എന്ന് പറഞ്ഞ കുറേ പുസ്തകങ്ങളുണ്ട്. താന്ത്രിക ജിജ്ഞാസുക്കളായിട്ടുള്ളവർ ഉറപ്പായിട്ടും മേടിച്ച് വാങ്ങിക്കേണ്ട പുസ്തകങ്ങളാട്ടോ. അത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതെല്ലാം. അപ്പം ഈ പുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ അദ്ദേഹം ഈ സെയിം സാധനം തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വൈദികി താന്ത്രികി ശ്രുതി ദ്വിവിധം എന്നുള്ളത്, വൈദികമെന്നും താന്ത്രികമെന്നും ശ്രുതി രണ്ട് വിധമുണ്ടെന്ന് ഇദ്ദേഹം പലയിടത്തായിട്ട് കോട്ട് ചെയ്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പം തന്ത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അലർജി ഉള്ളവരുടെ അടുത്ത്, തന്ത്രം ഒരു ഇച്ചിരി താന്നതാണെന്ന് പറയുന്ന അലർജി ഉള്ളവരുടെ അടുത്ത് വാസ്തവത്തിൽ വ്യാസൻ്റെ പ്രമാണമാണ്. ആഗമം അഥവാ തന്ത്രം എന്ന് പറയുന്നത് വേദത്തിന് സമാനമായിട്ടുള്ള ഭാരതീയ ധർമ്മം തന്നെയാണ് എന്നുള്ളതും നമുക്ക് വ്യാസഭഗവാന്റെ ഗ്രന്ഥങ്ങളിൽ കൂടെ തന്നെ മനസ്സിലാക്കാം. പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏതൊരു മനുഷ്യനും, പുരുഷാർത്ഥ ചതുഷ്ടയം എന്ന് പറയുന്നത് ധർമ്മ അർത്ഥ കാമം മോക്ഷം, ഈ 4 വിഷയങ്ങളിലൂടെ ഏതൊരു മനുഷ്യനും പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി വ്യാസഭഗവാൻ രചിച്ച മഹാഗ്രന്ഥങ്ങളാണ്, അല്ല മഹാസംഭവമാണ്, അല്ലെങ്കിൽ പുണ്യസംഭവങ്ങളാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മഹാഭാഗവതമാണെങ്കിൽ ഭാഗവതം എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാൻ ഉടലാണെന്ന്, ദേവി ഭാഗവതമാണെങ്കിൽ ദേവിയുടെ ഉടലാണെന്നാണ് പറയുന്നത്. ശിവഭാഗവതം ആണെങ്കിൽ അല്ലെങ്കിൽ ശിവപുരാണമാണെങ്കിൽ ശൈവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ, ധർമ്മത്തിലൂടെ അർത്ഥം സമ്പാദിച്ച് കാമമോക്ഷങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാക്ഷാൽ പരമശിവൻ്റെ മുഖത്ത് നിന്നും വന്നതാണ് ശ്രുതി എന്നാണ് പറയുന്നത്. ആദികവി സാക്ഷാൽ ശൂലപാണിരിതി ശ്രുതി എന്നാണ് പ്രമാണം. ആദികവിയായിട്ടുള്ള സാക്ഷാൽ ശൂലപാണി മഹാദേവനിൽ നിന്നുമാണ് ഇതെല്ലാം ഉത്ഭവിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ, ഇത് പറഞ്ഞത് വ്യാസനാണ്, പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി അതിനകത്ത് താന്ത്രികർ കുറച്ച് താണതാണ് എന്നുള്ളൊരു ബോധം വേണ്ട. ചിന്താശുദ്ധിയുടെയും രീതിക്കനുസരിച്ച് തന്ത്രശാസ്ത്ര ഉത്തമം അധമം മധ്യമം എന്നൊക്കെ പറയാം. വാസ്തവത്തിൽ ആത്യന്തികമായിട്ട് ജ്ഞാനമാണ് പറയുന്നതെങ്കിലും ശാസിക്കുന്നതല്ലേ ശാസ്ത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികാരികളുടെയും അനധികാരികളുടെയും പ്രവൃത്തിയുടെയും നിവൃത്തിയുടെയും വ്യവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും ഇതിനകത്ത് ആത്യന്തികമായ ലക്ഷ്യം ജ്ഞാനമാണെങ്കിലും ഇതിന് അധമമെന്നും ഉത്തമമെന്നും മധ്യമമെന്നും ഒക്കെ ഈ ശാസ്ത്രത്തിൽ പല വിഷയങ്ങളും പറയുന്നത്. അല്ലാതെ ഉത്തമമെന്നും മധ്യമമെന്നും ഒന്നുമില്ല. അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ആ വിഷയം ഉത്തമമായിരിക്കും. ഇതൊക്കെ റിലേറ്റീവാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും അവന് വളരെ വേഗത്തിലും ക്ഷമതയോടും കൂടി അവന് മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ചില വിഷയങ്ങൾ ചിലപ്പോൾ വളരെ വിസ്തൃതമായിട്ടായിരിക്കും, ചിലത് വളരെ ചെറുതായിട്ടായിരിക്കും. അത് ആ അധികാരികളുടെയും അനധികാരികളുടെയും അവസ്ഥയ്ക്ക് അനുസരിച്ച് ഉള്ളൊരു വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ശാസ്ത്രം ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് കൂർമ്മപുരാണത്തിൽ ദേവി തന്നെ പറയുന്നുണ്ട്, എൻ്റെ 2 കൈകളിൽ ഒന്ന് വൈദികമെന്നും മറ്റൊന്ന് താന്ത്രികമാണെന്നും. അപ്പം ഇനിയും ഇത് കേട്ടിട്ട് വൈദികർ പറയരുത് വലത്ത് കൈ ഞങ്ങളുടെയാണ്, താന്ത്രികർ ഇടത്ത് കൈ താഴോട്ടായിരിക്കുന്നത്, കുറച്ച് കുറഞ്ഞതാണ്. ദേവിയുടെ കൈയില്ലേ എത്ര ആയാലും, വലത്തായാലും ഇടത്തായാലും എന്ന്. ദേവി ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ ശാസ്ത്രത്തെ പറ്റിയുള്ള അറിവില്ലായ്മയും ഈഗോയുമാണ് ഈ ശാസ്ത്രത്തെ താഴ്ത്തി കിട്ടുന്നത് പലപ്പോഴും. മഹാന്മാരായിട്ടുള്ള ആചാര്യന്മാരായ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആചാര്യ നരേന്ദ്രഭൂഷണെയോ അല്ലെങ്കിൽ സ്വാമി ദയാനന്ദ സരസ്വതിയോ ഒന്നുമല്ല, അവരെയൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ സാധാരണ ആൾക്കാർ അവരുടെ ഈഗോസെൻട്രിക് ആയിട്ട് ഉയർച്ച താഴ്ചകൾ അവർ അല്പമായ അറിവ് വെച്ചിട്ടുള്ള വേദമാണ് ശരി, തന്ത്രം ശരിയല്ല, അല്ലെ തന്ത്രം മാത്രമാണ് ശരി, വേദം ശരിയല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വളരെ ലോ ലെവലിലുള്ള തല്ലിപ്പൊളി തർക്കങ്ങൾ കേട്ട് സാധകരായിട്ടുള്ളവർ നിങ്ങൾ അസ്വസ്ഥരാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ ഒരു ടോപ്പിക്ക് തന്നെ എടുത്തത്. ശ്രുതി 2 വിധത്തിലാണ് ശ്രുതി, വൈദികമെന്നും താന്ത്രികമെന്നും ഉള്ളതാണെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എന്താ അടുത്ത പ്രമാണം? അതിന് പ്രമാണമുണ്ട്. വയസ്പതി മിശ്രൻ്റെ തത്വവൈശാരദിയിലും അതുപോലെ തന്നെ കാളിദാസൻ്റെ രഘുവംശത്തിലും ആഗമത്തെക്കുറിച്ച് പറയുന്നു. രാഗദ്വേഷങ്ങളിൽ നിന്നും മുക്തരായിട്ടുള്ള പുരുഷന്മാരാൽ ഉപയോഗിക്കപ്പെട്ടതും ഇഹലോകത്തും പരലോകത്തും ഒരുപോലെ സർവ്വലോകങ്ങളിലും ഒരുപോലെ പ്രമാണമായി നിലകൊള്ളുന്നതും സത്യവുമായിരിക്കുന്ന ഈ ശാസ്ത്രം, ആഗമശാസ്ത്രം, ആപ്തന്മാരായ മഹാപുരുഷന്മാരുടെ അനുഭവതലങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതുകൊണ്ട്
ഇത് സത്യമായി തീരും എന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത്. അതുപോലെ തന്നെ ഭാരതീയ പാരമ്പര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങളിലും എവിടെ നോക്കിയാലും ഏത് റിച്വൽസിൽ നോക്കിയാലും ഇപ്പോൾ വുഡ്രൂഫിൻ്റെ അഭിപ്രായത്തിൽ എവിടെയൊക്കെ പുക കാണുന്നുണ്ടോ അവിടെ തീയുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറയുന്നത്, എവിടെയൊക്കെ റിച്വൽസ് കാണുന്നുണ്ടോ, എവിടെ മണിയടി കാണുന്നുണ്ടോ അവിടെ തന്ത്രമുണ്ട് എന്ന് വുഡ്രൂഫ് പറയും. അതുപോലെ തന്നെ ആണ് ഭാരതീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്ത്രത്തിൻ്റെ ഒരു ചായവില്ലാതെ വരത്തില്ല. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാതെ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ 11-ാം സ്കന്ധത്തിൽ വൈദിക ആചാരത്തെക്കുറിച്ചും താന്ത്രിക ആചാരത്തെക്കുറിച്ചും പറയുന്നു. അതുപോലെ തന്നെ പത്മപുരാണത്തിലും പാതാളഖണ്ഡം വർണ്ണിക്കുന്ന ഭാഗത്ത് വൈദിക ആചാരത്തെക്കുറിച്ചും തന്ത്രിക ആചാരത്തെക്കുറിച്ചും പറയുന്നു. മുകളിൽ പറഞ്ഞ പുരാണങ്ങളിൽ പറയുന്ന ഈ വേഴ്സും അതുപോലെ തന്നെ വ്യാസഭഗവാൻ എല്ലാ പുരാണങ്ങളിലും ഒരുപോലെ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള താന്ത്രിക ദേവതകളുടെ സാന്നിധ്യവും ഒക്കെ മതി വൈദികത്തിനെക്കാട്ടിലും മുകളിലോ അല്ലെങ്കിൽ വൈദികത്തിനെക്കാട്ടിലും താഴെയോ അല്ല തന്ത്രം. ഇത് രണ്ടും ഭാരതീയ ഋഷിമാരുടെ സംഭാവനയാണ്. യോഗ്യതയ്ക്കനുസരിച്ച് ഓരോരുത്തരുടെ നിലവാരമനുസരിച്ച് രണ്ടിനും ശ്രുതി തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും പല താന്ത്രിക പണ്ഡിതന്മാരുടെയും അഭിപ്രായവും. അതുപോലെ തന്നെ വ്യാസകൃതിയായിട്ടുള്ള ബ്രഹ്മസൂത്രത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ വേദാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശങ്കരാചാര്യസ്വാമികളുടെ വ്യാഖ്യാനത്തെ ബേസ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ് നമ്മളിപ്പോൾ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും കിട്ടുന്നത്. അതിൽ ശ്രീകണ്ഠാചാര്യരുടെ, അതായത് ബ്രഹ്മസൂത്രത്തിന് ശ്രീകണ്ഠാചാര്യരുടെ ഒരു ശൈവ ഭാഷ്യമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ വേദത്തെയും ശിവാഗമത്തെയും രണ്ടായി കാണുന്നില്ല. കാരണം ഇത് രണ്ടും മഹാദേവൻ്റെ മുഖത്തുനിന്ന് വന്നുകൊണ്ട് ഇതിനെ രണ്ടായിട്ട് കാണുന്നില്ല എന്ന് തന്നെ ശ്രീകണ്ഠാചാര്യർ പറയുന്നു. അതിനുശേഷം ബ്രഹ്മപ്രണവ സ്വരൂപമായിരിക്കുന്ന പഞ്ചാക്ഷരിയും പ്രാസാദാദി മന്ത്രങ്ങളും അതുപോലെ തന്നെ ശൈവമായിട്ടുള്ള വസ്ത്രധാരണ രീതികളിലും ഭസ്മമിടുന്നതും ത്രിപുണ്ഡ്രം ധരിക്കുന്നതിലും ലിംഗാർച്ചന ചെയ്യുന്ന ശിവലിംഗ പൂജ കഴിക്കുന്നതിലും രുദ്രാക്ഷം ധരിക്കുന്നതിലും അതുപോലുള്ള പല വ്യവഹാരങ്ങളിലും വേദങ്ങളിലും ആഗമങ്ങളിലും ഒരുപോലെ ശൈവരുടെ ഇടയിൽ വേദങ്ങളിലും ആഗമങ്ങളിലും രണ്ട് സ്ഥലത്തും സമാനമായിട്ടുള്ള ദർശനങ്ങൾ തന്നെ പ്രമാണങ്ങൾ തന്നെയാണ് എടുക്കുന്നതെന്നുള്ളതും നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഒബ്സർവ് ചെയ്യാൻ കേരളത്തിലും അതുപോലെ തന്നെ കേരളം വിട്ടുവന്ന് പോയി നോക്കുക. അപ്പം തന്ത്രശാസ്ത്രവും വൈദികവും തമ്മിൽ രണ്ട് ഡയറക്ഷനിൽ നിൽക്കത്തും ഇല്ല. എന്നാൽ തന്ത്രശാസ്ത്രത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആചാര്യന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഭാസ്കരാചാര്യർ, ലളിതാ സഹസ്രനാമത്തിനൊക്കെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള കമൻട്രി എഴുതിയിട്ടുള്ള ഭാസ്കരാചാര്യർ പല വിഷയങ്ങൾക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭാസ്കരാചാര്യരും അതേപോലെ തന്നെ അഭിനവോക്തനും പല ആൾക്കാരും നമ്മുടെ ഇതിലേക്ക് കടന്നു വരും. അപ്പം ഭാസ്കരാചാര്യർ തൻ്റെ വരിവസ്യ രഹസ്യം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുന്ന സമയത്ത് തന്ത്രശാസ്ത്രത്തെ സ്മൃതിയുമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. സ്മൃതിയിൽ പറയുന്ന ആശയങ്ങളാണ് കൂടുതലും തന്ത്രശാസ്ത്രത്തിലുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രാഘഭട്ടൻ തന്ത്രത്തെ വേദത്തിൻ്റെ 3-ാമത്തെ കാണ്ഡമായിരിക്കുന്ന ക്രിയാകാണ്ഡവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പ്രമാണങ്ങൾ ഇങ്ങനെ നീളുന്നു, എത്ര വേണമെങ്കിലും എടുക്കാൻ നമുക്കിതിനെ പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഹിമവാന്റെ മടിത്തട്ടിൽ നിന്നും ഒഴുകി വരുന്ന ഗംഗ വിഭിന്നങ്ങളായിട്ടുള്ള ദേശങ്ങളെ തഴുകി തൻ്റെ ലക്ഷ്യമായിട്ടുള്ള സമുദ്രത്തിലേക്ക് പോയി ചേർന്ന് സമുദ്രവും ഗംഗയും ഒന്നായി മാറുന്നത് പോലെ തന്നെയാണ് ഈ ശാസ്ത്രവും. വിഭിന്നങ്ങളായ ദേശങ്ങളിലൂടെ പോയി അവിടുത്തെ സംസ്കാരങ്ങളെയും തഴുകി പല കാലങ്ങളിലൂടെ പല രീതിയിലുള്ള മനുഷ്യരുടെ സാഹചര്യങ്ങളിലൂടെ സംസ്കാരത്തിലൂടെയൊക്കെ തഴുകി പോകുന്ന ഈ മഹാശാസ്ത്രം വ്യത്യസ്തവും ഭിന്ന പ്രകൃതിയും കൊണ്ടും കാലദേശങ്ങളെ ഉൾക്കൊണ്ടതിൻ്റെ പ്രക്ഷിപ്ത ആശയങ്ങൾ കൊണ്ടും ആ ആശയങ്ങളുടെ അതിപ്രസരം കൊണ്ടും ഇതിലെ അശുദ്ധിയെ, ഇൻ്റലക്ച്വലായിട്ട് വന്നിട്ടുള്ള അശുദ്ധിയെ മനസ്സിലാക്കാൻ സാമാന്യ വ്യക്തിക്ക് എളുപ്പമല്ല, സാമാന്യ ബുദ്ധിക്ക് എളുപ്പമല്ല. അതിനെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഈ തന്ത്രത്തിൻ്റെ വിപുലമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഇഷ്ടംപോലെ നഷ്ടപ്പെട്ടു പോയി, പലതും ഇന്ന് നമുക്ക് അവൈലബിൾ അല്ല. അപ്പം അതിൻ്റെ അതിവിസ്തൃതമായിട്ടുള്ള തന്ത്രശാസ്ത്രത്തിൻ്റെ ശാഖകളും ഓരോ ദേശങ്ങൾക്കനുസരിച്ച് ഇത് വർക്ക് ചെയ്ത രീതികളും ഒക്കെ നമുക്ക് മനസ്സിലാകാം. അപ്പോൾ നമ്മൾ പല അബദ്ധങ്ങളും ധരിച്ചു വെച്ചിരിക്കും. ബുദ്ധമതത്തിൽ നിന്നുമാണ് തന്ത്രം വന്നതെന്നൊക്കെയുള്ള, ജൈനമതത്തിൽ നിന്നും ആണ് തന്ത്രം വന്നതെന്നൊക്കെയുള്ള അബദ്ധധാരണകളുണ്ട് ധാരാളം. നമുക്കപ്പോൾ ഓരോ ദേശങ്ങളിൽ തന്ത്രം എങ്ങനെയൊക്കെയായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമുദ്രത്തിലേക്ക് എടുത്ത് ചാടുന്ന പോലെയാണ്. പക്ഷെ എന്നാലും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തെങ്കിലും കിട്ടിയാലാവട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ ആണെങ്കിൽ പോലും, ഒരു ചെറിയ സ്പാർക്ക് ആണെങ്കിൽ പോലും, ചെറിയൊരു ലൈറ്റ് ആണെങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തെ അത്
മുകളിലേക്ക് ഉയർത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ശാസ്ത്രം ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണമെന്ന് പറയുന്നത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള ആചാരഭേദങ്ങൾ, വരുന്ന ശിഷ്യന്മാരുടെ ഭാവഭേദങ്ങൾ, അനുഷ്ഠാന രീതികൾ, ഓരോ ദേവതകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അനേകായിരം ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഗുരുമുഖത്ത് നിന്ന് തന്നെ സമ്പ്രദായം അനുസരിച്ച് പഠിച്ചില്ലെങ്കിൽ ഇതിൽ പറയുന്ന മന്ത്രങ്ങൾ ഇപ്പോൾ ആൾക്കാർ പറയും നിങ്ങൾക്ക് ഗുരു ഒന്നും വേണ്ട, നിങ്ങൾ ഇൻ്റർനെറ്റിൽ മന്ത്രമില്ലേ അതെടുത്ത് വെച്ച് പഠിച്ചാൽ പോരെയെന്ന്. പക്ഷേ അതിൻ്റെ ഉച്ചാരണ രീതികൾ, സ്വരഭേദം, ഹ്രസ്വമായിട്ടുള്ളത്, ദീർഘമായിട്ടുള്ളത്, എവിടെയൊക്കെയാണ് വരേണ്ടത്, അതുപോലെ തന്നെ ഈ മന്ത്ര ദീക്ഷ തരുന്ന സമയത്തുള്ള ശക്തിപാതം, ഇതൊക്കെ വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതൊന്നും ചേരാതെ പഠിച്ചാൽ ഹ്രസ്വമാവേണ്ടടുത്ത് ദീർഘമാവേണ്ടടുത്ത് ഹ്രസ്വമായാൽ, മൗനമായിട്ടിരിക്കേണ്ടിടത്ത് ഉച്ചരിക്കേണ്ട സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ഫലം ദുരിതമായിരിക്കും എന്നുള്ള ഉറപ്പല്ലേ. പ്രത്യേകിച്ച് ഈ തന്ത്രശാസ്ത്രത്തിലെ പല ബീജാക്ഷരങ്ങൾക്കും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ക്രീമും ക്ലീമും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പലതും കിടക്കുന്നത്. അപ്പോൾ ഈ ബീജാക്ഷരങ്ങളിലൊക്കെ വാസ്തവത്തിൽ കൃത്യമായിട്ടല്ല ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അർത്ഥമില്ലാത്തത് കൊണ്ട്, നമുക്ക് പ്രത്യക്ഷത്തിൽ ഗ്രോസ് ലെവലിലുള്ള അർത്ഥമല്ല അതിനുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് പറയുന്ന പോലെ ജപിക്കുകയും കൃത്യമായി പോവുകയും ചെയ്താൽ സൂക്ഷ്മ ശരീരത്തിലായിരിക്കും ചലനം ഉണ്ടാക്കുന്നത്. എനർജി വേൾഡിൽ, അതായത് സൂക്ഷ്മ ലോകങ്ങളിലായിരിക്കും അതിൻ്റെ ചലനം. ഷഡാധാരങ്ങളിലും നാഡികളിലും ഒക്കെ ആയിരിക്കും അതിൻ്റെ എനർജിയുടെ വേരിയേഷൻ. അതുകൊണ്ട് തന്നെ ബീജമന്ത്രങ്ങളൊക്കെ തെറ്റി ജപിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രശ്നം ഉണ്ടാകുന്നത് സൂക്ഷ്മ ശരീരത്തിലും ആയിരിക്കും എന്നുള്ളതും ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കേണ്ടതുമാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ പുസ്തകത്തിൽ കിടക്കുന്നൊന്നും എടുത്തു വെച്ച് ജപിക്കരുതെന്ന്. നാമങ്ങൾ എത്ര വേണേലും ജപിക്കാം കേട്ടോ. നാമങ്ങൾ എത്ര വേണേലും ജപിക്കാം. ഏത് നാമം വേണേലും നിങ്ങൾ എടുത്തു വെച്ച് ജപിച്ചോളൂ. അത് ഭക്തിയുടെ തലമാണ്, കുറച്ചുകൂടെ ഗ്രോസ് ലെവലിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആഗമശാസ്ത്രങ്ങളുടെ പരമാർത്ഥികത്വം ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏകദേശം ഇന്നത്തെ ക്ലാസ്സിലെ സബ്ജക്റ്റ് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നും മനസ്സിലാത്തവർക്കൊരു കാര്യം പറയാം. ഇത് ഭാരതീയ ഋഷിമാരുടെ സംഭാവനയാണെന്ന് ഓർത്തു വെക്കുക. ഋഷിമാർ പറഞ്ഞത് സത്യമായിരിക്കും, ഉറപ്പാണ്. കണ്ടവരല്ലേ, അത് അനുഭവിച്ചവരല്ലേ. അപ്പം അവർ പറഞ്ഞത് സത്യമായിരിക്കും. ഋഷിപ്രോക്തമായിട്ടുള്ള ഈ ശാസ്ത്രത്തെ കൃത്യമായ രീതിയിൽ, ആ ശാസ്ത്രം പറയുന്ന രീതിയിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റവും ഉണ്ടാവും. അതുകൊണ്ട് ഇത് അനുഷ്ഠിക്കാൻ പറ്റുമോ, ഞാൻ കുറച്ച് താഴെയാണ്, ഞാൻ കുറച്ച് ഉയരെയാണ്, ആ ശാസ്ത്രമാണ് ഇതിലും നല്ലത്, മെഡിറ്റേഷനാണ് ഏറ്റവും നല്ലത്, ഇതാണ് താഴെ, അങ്ങനെയൊന്നുമില്ല. എല്ലാത്തരം ആൾക്കാരെയും ഉൾക്കൊള്ളത്തക്ക രീതിയിലാണ് ഈ ശാസ്ത്രം വളർന്ന് വികസിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിനി തന്ത്രമാർഗങ്ങളും, തന്ത്രത്തിൻ്റെ മാർഗം ഇനിയും പറയുമ്പോൾ അതാണ് ഇനി അടുത്തൊരു ചലഞ്ചിങ് സബ്ജക്റ്റ്. തന്ത്രമാർഗങ്ങൾ പറയാം. വൈദിക തന്ത്രമെന്നും ദക്ഷിണമാർഗമെന്നും വാമമാർഗമെന്നും കൗളമെന്നും വീരമെന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള മാർഗങ്ങളെ കുറിച്ചും അത് ഓരോ ദേശങ്ങളിൽ എങ്ങനെയൊക്കെയായിരുന്നു ഓരോ കാലഘട്ടത്തിൻ്റേതും, അതോടൊപ്പം തന്നെ തന്ത്രഗ്രന്ഥങ്ങളെക്കുറിച്ചും കടലിൽ ചാടുന്ന പോലെ അത്. എന്നാലും നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ കുറേ വീഡിയോസ് നമ്മൾ ഈ ശാസ്ത്രത്തെ ഒന്ന് പരിചയപ്പെടുക ചെയ്യുന്നത്. അപ്പം പരിചയപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷമയോടെ ഈ വീഡിയോസ് കാണണം. ആദ്യത്തെ കുറേ വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ചിലപ്പം പുതിയ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. എന്തു തന്നെയായാലും ശ്രദ്ധയോടും ക്ഷമയോടും ഇരുന്ന് കേൾക്കുക. ജിജ്ഞാസുക്കളായിട്ടുള്ളവർക്ക് പുതിയ വെളിച്ചങ്ങളിൽ നിന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സാധനാ വിഷയങ്ങളെക്കുറിച്ചും സാധനയിലുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഭഗവതി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.